നമ്മൾ കുറച്ച് നാളായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇപ്പം നെതന്യാഹു വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു രഹസ്യം പറഞ്ഞു. രഹസ്യം പറഞ്ഞു കാണുമായിരിക്കും. കാരണം മാധ്യമപ്രവർത്തകർ ബിബിയോട് ചോദിച്ചു, ഇന്ത്യ അമേരിക്ക ബന്ധം വല്ലാതെ വഷളായല്ലോ, നിങ്ങൾ മൂന്നുപേരും വലിയ കൂട്ടുകാരാ. ട്രംപ് മോദിയുമായിട്ട് വലിയ സൗഹൃദമായിരുന്നു. മോദിയും നെതന്യാഹുവും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇന്ത്യക്ക് ആവശ്യമായ സമയത്തെല്ലാം ഇന്ത്യയെ ഇസ്രായേൽ സഹായിച്ചിട്ടുണ്ട്, ഇന്ത്യ ഇസ്രായേലിനെയും സഹായിച്ചിട്ടുണ്ട്. ഈ യുദ്ധകാലത്ത് ബൈഡൻ്റെ കാലത്ത് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെയുള്ളത് റഫ ആക്രമിക്കുന്ന സമയത്ത് ബൈഡൻ കൊടുക്കാതിരുന്നപ്പോൾ ഇന്ത്യയാണ് കൊടുത്തത്. അൽ ജസീറ TV വരെ കാണിച്ചു അവിടുത്തെ ബോംബുകളിലൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വിഷ്വൽസ് നമ്മൾ കാണിച്ചിരുന്നു പ്രേക്ഷകരെ. അങ്ങനെ നിർണായക ഘട്ടങ്ങളിലെല്ലാം പരസ്പരം സഹായിച്ച് നിന്നിട്ടുള്ള രാജ്യമാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തും അമേരിക്ക ഒരു ന്യൂട്രൽ അടിച്ച്, എന്നാൽ ഇത്തിരി പാകിസ്ഥാൻ തുറന്നിപ്പോൾ വന്നു. പാകിസ്ഥാൻ അനുഭാവപൂർണമായ നിലപാടാണ് അമേരിക്കയുടെ. ഇപ്പോൾ യുദ്ധം കഴിഞ്ഞപ്പോൾ വ്യക്തമായി ഇന്ത്യ അമേരിക്ക സഹായിച്ചിട്ടൊന്നുമില്ല, പാകിസ്ഥാനെ പരോക്ഷമായി സഹായിച്ചു കാണും. ഏതായാലും ആ സമയത്തും പഹൽഗാം ഓപ്പറേഷൻ നടന്നപ്പോൾ തന്നെ മൊസാദിൻ്റെ ഒരു സംഘം ഇന്ത്യയിൽ വന്നിരുന്നു. കാരണം അതിനകത്ത് നഥാനിയൽ എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടു. അത് വിദേശിയായിരുന്നു. അയാളുടെ ഹിന്ദു അല്ലാതെ കൊല്ലപ്പെട്ട നഥാനിയലായിരുന്നു. നഥാനിയലിന് ചില ഇസ്രായേൽ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മൊസാദ് ഇന്ത്യയിൽ വരികയുണ്ടായി. അപ്പോൾ ആ സമയത്തും നമ്മൾ ഉപയോഗിച്ച കാമിക്കാസെ ഡ്രോണുകൾ നിർമ്മിച്ചത് ബാംഗ്ലൂരാണ്. ഇസ്രായേൽ കമ്പനിയുമായിട്ടുള്ള സംയുക്തമായി നിർമ്മിച്ച കാമിക്കാസെ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നൂർഖാൻ ബേസിലടക്കം വലിയ പ്രഹരം കൊടുത്ത, പാകിസ്ഥാന് വലിയ പ്രഹരം കൊടുത്തത് ഇസ്രായേലിൻ്റെ സഹായത്തോടെയാണ്. അമേരിക്ക അനുഭാവപൂർണമായ നിലപാടെടുത്തിട്ടില്ലെങ്കിലും ഇസ്രായേൽ നമ്മളെ സഹായിച്ചു. ഇപ്പോൾ ഈ ബന്ധം, അമേരിക്കയുമായിട്ടുള്ള ബന്ധം വല്ലാതെ വഷളായിരിക്കുന്നു. അപ്പോഴാണ് മാധ്യമലേഖകർ ബിബിയോട് ചോദിച്ചു, ഇങ്ങനെ അപ്പോൾ എന്താണ് ഇസ്രായേലിൻ്റെ നിലപാട്? അതിനിപ്പോൾ എന്താ, മോദിയും ഞാനും തമ്മിൽ ടെറിഫിക്കായിട്ടുള്ള ബന്ധമാണുള്ളത്, ഒരു മാരകമായ സൗഹൃദമാണ് ഞങ്ങളെന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ തമ്മിൽ മോദിയുമായിട്ട് നല്ല ബന്ധമാണ്. പിന്നെ അമേരിക്കയും മോദിയുമായിട്ട് നല്ല ബന്ധമായിരുന്നു അവരും. കാരണം മാത്രമല്ല, മോദിയും ട്രംപുമായിട്ടുള്ള ബന്ധം വളരെ നല്ലതാണ്, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നല്ലതാണ്, ഞങ്ങൾ മൂന്ന് കൂട്ടരും സുഹൃത്തുക്കളാണ്. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കണം. രണ്ടു കൂട്ടരും അത് ഇടപെട്ട് അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യണം. പിന്നെ എനിക്ക് മോദിയോട് പറയാനുണ്ട്, ട്രംപിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞാൻ മോദിയോട് പറഞ്ഞു കൊടുക്കും. എനിക്കറിയാം ട്രംപിൻ്റെ എവിടെ പിടിക്കണം, ട്രംപിനെ ക്ലിപ്പിട്ട് പിടിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് എനിക്കറിയാം. ഞാനത് മോദിയോട് പറഞ്ഞു കൊടുക്കും എന്ന് ബിബി പറഞ്ഞു, നെതന്യാഹു പറഞ്ഞു. അപ്പോൾ ഇത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ്. മാധ്യമപ്രവർത്തകരോട് അങ്ങനെ പറഞ്ഞ നെതന്യാഹു ഒരുപക്ഷെ നമുക്കറിയില്ല, ഇതിനകം തന്നെ ഈ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇസ്രയേലുമായി ഇതിനകം തന്നെ നരേന്ദ്രമോദി സംസാരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബിബി ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാവാം. ഇവർ തമ്മിലുള്ള ഹോട്ട് ലൈൻ വളരെ സജീവമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈമാറുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളും ഒരേപോലെ തീവ്രവാദത്തിനെതിരെ പൊരുതുന്ന രാജ്യങ്ങളാണ് ഇസ്രയേലും ഇന്ത്യയും. ഏത് തീവ്രവാദം? ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പൊരുതുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിന് വേണ്ടിയിട്ട് ഇന്ത്യ പരമ്പരാഗതമായി എടുത്തിട്ടുള്ള പലസ്തീൻ അനുകൂല നിലപാടിനെ പോലും ഒരു പരിധിവരെ മാറ്റിവെച്ചുകൊണ്ട് ഇസ്രയേലിന് നിർലോഭമായ പിന്തുണയാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയിൽ പോലും നമ്മൾ ഇസ്രയേലിനെതിരെയുള്ള പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യുകയും വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, ഇറാനുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണെങ്കിൽ പോലും നമ്മൾ അവിടെയും ഒരു കുഴപ്പമില്ലാതെ ഒത്ത നിലപാടാണ്. ഇസ്രയേലിനെ ഒരിക്കലും വിട്ടുകളയുന്ന, ഒറ്റിക്കൊടുക്കുന്ന, മാറ്റി നിർത്തുന്ന നിലപാട് ഇന്ത്യ എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ മാസം എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് മാസം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നിർണായകമാണ്. താരിഫിൻ്റെ കൊണ്ടല്ല, ഈ ജിയോ പൊളിറ്റിക്സിലുണ്ടാകുന്ന മാറ്റം. ഇന്ത്യ റഷ്യയുമായി കൂടുതലെടുക്കുന്നു, ചൈനയുമായി അടുക്കുന്നു. ബിബി പറയുന്നു, ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, യുദ്ധത്തിനിടയ്ക്ക് വരാനിരിക്കുക. നെതന്യാഹുവിൻ്റെ മകൻ്റെ വിവാഹം പോലും മാറ്റിവെച്ചിരുന്നു, ഓർക്കുന്നില്ല? യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വിവാഹം നടത്താൻ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ലോക നേതാക്കന്മാരെല്ലാം വരണം. അപ്പോഴേക്കും ഒരു ആക്രമണമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് വലിയ കാഷ്വാലിറ്റി ഉണ്ടാകും. അതുകൊണ്ട് ആ വിവാഹമൊക്കെ വരെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. നീ ഒരു സീസ് ഫയർ വെടിനിർത്തൽ ഉണ്ടായതിന് ശേഷമേ ഒരുപക്ഷെ ആ വിവാഹം നടക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ നെതന്യാഹു ഇതിനിടയ്ക്ക് ആകെ പോയിട്ടുള്ളത്, മിക്കവാറും പോയിട്ടുള്ളത് ഹംഗറിയിൽ ഒന്ന് പോയിട്ടുണ്ട്, പിന്നെ അമേരിക്കയിൽ പലതവണ പോയിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് നെതന്യാഹു വരുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഒരുപക്ഷെ ഓഗസ്റ്റിൽ, ഈ മാസം തന്നെ വരുമോ
എന്നൊരു സംശയവും ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ ബന്ധം വല്ലാതെ വഷളായപ്പോൾ രണ്ട് കൂട്ടരുടെയും പൊതു സുഹൃത്ത് എന്ന നിലയിൽ റഷ്യ നിൽക്കുന്നത് പോലെ നിൽക്കുന്നൊരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നെതന്യാഹു ഇങ്ങോട്ട് വരുമോ എന്നൊരു ചോദ്യം പൊതുവിൽ ഉയരുന്നുണ്ട്. അപ്പോൾ പക്ഷേ ശരിക്കും ഇന്നലെ ഈ വാർത്താ സമ്മേളനം നടക്കുന്നത് ഇന്ത്യയുടെ കാര്യം പറയാനല്ല. ഇപ്പോൾ നെതന്യാഹു കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് ഗാസ മുനമ്പിൽ കുറച്ച് ഭാഗം ഇസ്രായേൽ ഇതുവരെ ആക്രമിച്ചിട്ടില്ല. ആ ഭാഗത്തെക്കുറിച്ച് പറയുന്നത് കുറച്ച് ഭാഗം ഈ ഇൻടാക്റ്റായിട്ട് നിൽക്കുകയാണ്, ഹമാസിൻ്റെ കയ്യിൽ തന്നെയാണ്. കാരണം അങ്ങോട്ട് ഇസ്രായേൽ കയറാത്തതല്ല, പേടിച്ചിട്ടല്ല. കാരണം പലപ്പോഴും സംശയിക്കപ്പെടുന്നത് ഇനി അവശേഷിക്കുന്ന ബന്ദികൾ അവിടെയാണോ എന്നൊരു സംശയമുണ്ട്. അവിടെ പോയൊരു ആക്രമണം നടത്തിയാൽ അവർ കൊല്ലപ്പെടും, അല്ലെ അവരെ കൊല്ലാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് കയറണ്ട എന്ന് വെച്ചിട്ടാണ് ഗാസയുടെ ഒരു ഭാഗം ഒഴിവാക്കിയിട്ടിരുന്നത്. പക്ഷേ കുറച്ചായിട്ടിപ്പോൾ ഈ നെതന്യാഹു പറയുന്നു അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, അവിടെ കൂടെ പിടിക്കണം. കാരണം അവരുടെ ഒരു ബന്ദിയുടെ ചിത്രം പുറത്തു വന്നത്, വളരെ ചെറുപ്പക്കാരനായ ഒരാൾ, അരോഗദൃഢഗാത്രനായിരുന്ന ഒരു ബന്ദി എല്ലും തോലുമായി ഒരു ടണലിനുള്ളിൽ സ്വന്തം ശവക്കുഴി കുഴിക്കുന്ന വീഡിയോ ഹമാസ് പുറത്തു വിട്ടത്. ഡിഗ് ചെയ്യാണ് അയാൾ. ഡിഗ് ചെയ്തിട്ട് അത് അയാളെ കൊണ്ട് ബന്ദിയെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ഞാൻ എൻ്റെ ശവക്കുഴി ഞാൻ തോണ്ടുകയാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഹമാസ് തോക്കു ചൂണ്ടി അയാളെ കൊണ്ട് ചിത്രീകരിച്ചിട്ട് അവർ പുറത്തു വിടുന്നു. അപ്പോൾ ഇസ്രായേലിൽ വലിയ ജനരോഷം ഉണ്ടാവും. നെതന്യാഹുവിനെതിരെ ജനരോഷം ഉണ്ടാവാൻ വേണ്ടി മനഃപൂർവ്വം ഹമാസ് ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ ആ വീഡിയോ പുറത്തു വന്നപ്പോൾ അതിനകത്തൊരു മാനുഷികമായ വശമുണ്ട്. അവിടെ ആ ചെറുപ്പക്കാരൻ്റെ ഇപ്പോഴത്തെ ശരീരം കണ്ട ആരും കരഞ്ഞു പോകും. അതുപോലെ ഭക്ഷണം എല്ലും തോലുമായി മാറിക്കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ബന്ദികളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നതിന് തുല്യമാണെന്നുള്ള അഭിപ്രായം സൈന്യത്തിന് പോലുമുണ്ട്. പക്ഷേ ഇറ്റാമർ ബെൻഗിവറിനെ പോലെയുള്ള തീവ്ര ജൂത വിശ്വാസികളായിട്ടുള്ള ആളുകൾ, തീവ്രവാദ ജുഡായിസം കൊണ്ടു നടക്കുന്ന ആളുകൾ അങ്ങനെയല്ല, ഗസ സമ്പൂർണ്ണമായി പിടിച്ചടക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നവരാണ്. കാരണം ഇസ്രായേൽ മന്ത്രിസഭ ന്യൂനപക്ഷ മന്ത്രിസഭയാണ്. ഇറ്റാമർ ബെൻഗിവറിൻ്റെയൊക്കെ പിന്തുണ കിട്ടിയില്ലെങ്കിൽ സർക്കാർ വീഴും. അപ്പോൾ മാത്രമല്ല, ബെൻഗിവർ കഴിഞ്ഞ ദിവസം വീണ്ടും ടെമ്പിൾ മൗണ്ടിൽ പോയി. ടെമ്പിൾ മൗണ്ടിൽ പോയിട്ട് അവിടെ ബെൻഗിവർ ഇടയ്ക്കുമ്പോൾ പോയത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ചു. അവിടെ ജൂതന്മാർ അവിടെ പോയി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ്. ജോർദാൻ്റെ കസ്റ്റഡിയിലാണ് ഈ ടെമ്പിൾ മൗണ്ട് ഉള്ളത്. അൽ ഹക്സ മോസ്കൊക്കെ അവിടെയാണല്ലോ. അപ്പോൾ ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ് മാധ്യമപ്രവർത്തകർ വിളിച്ചത്. ആ ഇസ്രായേൽ സൈന്യത്തിൻ്റെ മേധാവി പറയുന്നത് തനിക്ക് ബാക്കി പ്രദേശം കൂടി ആക്രമിച്ച് ഗസ മുഴുവനായി ഏറ്റെടുക്കുമെന്നുള്ള നെതന്യാഹുവിൻ്റെ ആശയത്തോട് താല്പര്യമില്ലെന്ന് സൈനിക മേധാവിയും പറഞ്ഞിട്ടുണ്ട്. കാരണം അത് അവശേഷിക്കുന്ന ബന്ദികളെ കൂടി കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമായിരിക്കുമെന്നാണ് സൈന്യം പറയുന്നത്. അപ്പോൾ ഏതായാലും നെതന്യാഹു വളരെ തീവ്രമായി മൊത്തം ഗസ പിടിച്ചെടുക്കുക. നെതന്യാഹുവിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഗസ പിടിച്ചെടുക്കുക, സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ചതിന് ശേഷം തൻ്റെ പദ്ധതി എന്താണെന്ന് ഇന്നലെ നെതന്യാഹു മാധ്യമങ്ങളോട് പറഞ്ഞു. അതായത് ഞങ്ങൾ ഗസ മുഴുവൻ ഇങ്ങേറ്റെടുക്കും, ഇനി അവശേഷിക്കുന്ന ഭാവം കൂടി കീഴടക്കും, എന്തും വരട്ടെ, ഇനി ഹമാസിനി പറ്റത്തില്ല, ഹമാസിനെ പൂർണ്ണമായും തീർക്കും. ഹമാസ് എല്ലാം കൂടെ വന്നിട്ട് ഒരു തുരുത്തിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ എളുപ്പമാണ്. അവിടെ നിന്ന് തുടച്ചു നിൽക്കിയാൽ മതി. എന്നിട്ട് അതാണ് അതിനുശേഷമുള്ള നെതന്യാഹുവിൻ്റെ വെളിപ്പെടുത്തലാണ് ഏറ്റവും ശ്രദ്ധേയം. എന്നിട്ട് ഈ പ്രദേശത്തിൻ്റെ ഗസയുടെ ഭരണം ഇസ്രായേലല്ല, ഞങ്ങളുമായി നല്ല സൗഹൃദമുള്ള ഒരു അറബ് രാജ്യത്തിനെ ഏൽപ്പിക്കാം ഭരണം. അങ്ങനൊരു നിർദ്ദേശം ഇന്നലെ നെതന്യാഹു മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പോൾ നോക്കൂ, ട്രംപ് പറഞ്ഞത് ഗസ മുഴുവൻ പിടിച്ചെടുക്കണം, എന്നിട്ട് അത് വലിയ വിനോദസഞ്ചാര കേന്ദ്രമാക്കണം. ട്രംപിൻ്റെ താല്പര്യം. നെതന്യാഹു ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല, അവിടെ മൊത്തം പിടിച്ചെടുക്കും, എന്നിട്ട് അവിടുത്തെ നിയന്ത്രണം, അഡ്മിനിസ്ട്രേഷൻ മറ്റൊരു അറബ് രാജ്യത്തിനെ ഏൽപ്പിക്കാം. അപ്രതീക്ഷിത നീക്കമാണ്. അപ്പോൾ ഏത് അറബ് രാജ്യം എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങളുമായി സൗഹൃദത്തിലുള്ള ഒരു അറബ് രാജ്യം. അത് സ്വാഭാവികമായും അത് ജോർദാനായിരിക്കും. ജോർദാനിലെ അബ്ദുള്ള രാജാവ് ഇസ്രയേലുമായിട്ട് വലിയ നല്ല ബന്ധമാണ്. കാരണം ഇറാൻ്റെ ആക്രമണം നടക്കുമ്പോൾ ഇറാന് നേരെ വന്നിട്ടുള്ള മിസൈലുകളും ഡ്രോണുകളും ഇൻ്റർസെപ്റ്റ് ചെയ്ത ഒരു രാജ്യം ജോർദാനാണ്. അതായത് ചെങ്കടലിൽ കിടക്കുന്ന, മധ്യധരനാഴിയിൽ കിടക്കുന്ന അമേരിക്കൻ കപ്പലുകൾ ഇറാൻ്റെ മിസൈലുകൾ ചെറുത്തിട്ടുണ്ട്, ഇസ്രയേൽ ചെറുത്തിട്ടുണ്ട്. അതുകൂടാതെ ജോർദാനും ഇസ്രയേലിന് നേരെയുള്ള മിസൈലുകളെ
തകർത്തിട്ടുണ്ട് എന്ന് അപ്പം തന്നെ വാർത്ത വന്നു. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജോർദാൻ അപ്പോൾ ആ കൂട്ടായ്മയിലാണ്. അപ്പോൾ ഇസ്രായേലിന് വളരെ വിശ്വാസമാണ്. ജോർദാന് അമേരിക്കയായിട്ട് നല്ല ബന്ധമാണ്. ജോർദാന് വലിയ തുകയുടെ സാമ്പത്തിക സഹായം അമേരിക്ക കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അലക്സ മോസ്ക് ഇരിക്കുന്ന ടെമ്പിൾ മൗണ്ടിൻ്റെ നിയന്ത്രണം സ്റ്റാറ്റസ് കോ പ്രകാരം ആരാണ്? ജോർദാനാണ്. അതെ. അപ്പോൾ ജോർദാനെ ഇസ്രായേലിന് വിശ്വാസമാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ അപ്പോൾ ഗാസയിൽ നിന്ന് കംപ്ലീറ്റ് വരെ ഹമാസിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇനി ഇസ്രായേൽ അവിടെ ഗാസ മുഴുവൻ പിടിച്ചടക്കി എന്നൊരു ആക്ഷേപം വേണ്ട. അതുകൊണ്ട് ഞങ്ങളുടെ സമ്മതത്തോടെ ഒരു അറബ് രാജ്യം വരട്ടെ എന്നുള്ള ഫോർമുല ഇപ്പോൾ ബിബി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ട്രംപ് പറയുന്നത് ഗസ പിടിച്ചെടുക്കണം, ഗസ വന്നിട്ട് വിനോദസഞ്ചാര കേന്ദ്രമാക്കണം, ഞങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും, ഞങ്ങൾ കൺട്രോൾ ചെയ്യാം അല്ലേ, അമേരിക്ക നിയന്ത്രിക്കും എന്ന് പറയുന്നു. പക്ഷേ നെതന്യാഹു പറയുന്നു ഗസ പിടിച്ചെടുക്കും, പക്ഷേ അതിൻ്റെ നിയന്ത്രണം ഒരു അറബ് രാജ്യത്തിലായിരിക്കണം. അപ്പോൾ ഒരു ക്ലാഷ്, ആശയപരമായ ചില വ്യത്യാസങ്ങൾ നെതന്യാഹുവും ട്രംപും തമ്മിലുമുണ്ട്. അത് പരസ്യമായിട്ട് പുറത്തേക്ക് വരിക. അപ്പോൾ ആശയപരമായ, അപ്പോൾ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ്. അതേപോലെ ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ട് സുഹൃത്തുക്കളായ ട്രംപും മോദിയും തമ്മിലുണ്ട്. മോദിയും ട്രംപും തമ്മിൽ പക്ഷേ ഒരു പക്ഷേ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം വഷളായിട്ടില്ല. കാരണം ഒരു ഘട്ടത്തിൽ ട്രംപിനെ കുറിച്ച് വളരെ മോശം ഭാഷയിൽ ട്രംപ് നെതന്യാഹുവിനെ കുറിച്ച് വളരെ മോശം ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ബൈഡൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ ബൈഡനെ അഭിനന്ദിച്ചുകൊണ്ട് നെതന്യാഹു ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് മറുപടിയായിട്ട് എഫിൽ തുടങ്ങി കെയിൽ അവസാനിക്കുന്ന തെറിവാക്ക് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് അന്ന് പ്രതികരിച്ചത്. ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ജനുവരി 20-നാണ് ട്രംപ് അധികാരം വെക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് അന്ന് നെതന്യാഹുവിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തിരുന്നു. തന്തയില്ലാത്തവൻ FK തെറിയും പറഞ്ഞുകൊണ്ട് നെതന്യാഹുവിനെതിരെ ട്രംപ് ആ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്തിരുന്നു. ഒരു കാര്യമില്ലായിരുന്നു, വെറുതെ പ്രകോപിപ്പിച്ചു. അപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപ് വന്നിട്ട് ട്രംപിൻ്റെ മകനും മരുമകനും ഒക്കെ വന്നിട്ട് അവിടെ ഗാസ ഒരു റിയൽ എസ്റ്റേറ്റ് ആക്കാം എന്നുള്ള സാധനത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു മറുപടിയാണ് ഇപ്പോൾ അത് ഒരു അറബ് രാജ്യത്തിന് കൈമാറും എന്ന തരത്തിൽ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നെതന്യാഹു എന്തായിരിക്കും, ട്രംപിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നായിരിക്കും മോദിയോട് പറയുക എന്ന്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവുക എന്നത് കൗതുകകരമാണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ അറിയാൻ പോകുന്നില്ല, കുറേ കഴിയുമ്പോൾ അറിയാമായിരിക്കും. ഏതായാലും ഊഹിക്കാം, പ്രേക്ഷകരും ഊഹിക്കട്ടെ, അത് കമൻ്റായിട്ട് താഴെ വരട്ടെ. നെതന്യാഹു മോദിയോട് ട്രംപിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക. പ്രേക്ഷകരുടെ അഭിപ്രായം കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.